തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയാണേറ്റത്. കോടിയേരി ബാലകൃഷ്ണനെ പോലെ സൌമ്യനായ ഒരു മുഖം ആ പാർട്ടിക്ക് നേതൃനിരയിൽ ഇല്ലാത്തതാണ് ഈ കനത്ത തിരിച്ചടിക്ക് കാരണമായതെന്നാണ് അണികൾ ഒന്നടങ്കം പറയുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം കോടിയേരി ബാലകൃഷ്ണന്റെ സഹധർമ്മിണിയും അതുപോലെ തന്നെ മകനും നമ്മളോടൊപ്പം ചേരുന്നു. ഇടതുപക്ഷത്തിനൊരു കനത്ത തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇതിനുള്ളൊരു പ്രധാന കാരണമായിട്ട് തോന്നുന്നത്? അല്ല, അത് പാർട്ടി കമ്മിറ്റികളും പാർട്ടി നേതൃത്വമാണല്ലോ അത് തീരുമാനിച്ച എന്താണെന്നുള്ള പറഞ്ഞത്. നമ്മളൊരു കേഡർ സിസ്റ്റം അല്ലേ. സ്വാഭാവികമായിട്ടും ഇപ്രാവശ്യത്തെ വലിയൊരു തോൽവി എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ചർച്ചകളൊക്കെ തന്നെ പാർട്ടി നേതൃത്വം കാണും. ഇപ്പോൾ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുകയാണ്. അത് കഴിഞ്ഞ് സംസ്ഥാന കമ്മിറ്റി ഉണ്ടാവും, ബാക്കിയുള്ള താഴെക്കടകളുടെ കമ്മിറ്റികൾ നടക്കും. ആ കമ്മിറ്റികളിലേക്ക് ഇതിന്റെ കാരണങ്ങൾ തേടി ആ തെറ്റിതിരുത്തേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള മനസ്സിലാക്കി തെറ്റിതിരുത്തി ഞങ്ങൾ മുന്നോട്ട് പോകും. ബിനീഷേട്ടാ, നമ്മുടെ ഈ കണ്ണൂരിലടക്കം പാർട്ടിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു അഭാവമാണ് എന്ന് ഈ ടി.കെ. ഗോവിന്ദനടക്കം വ്യക്തമാക്കുന്നുണ്ട്. അതായത് വളരെ വൈകാരികമായിട്ടാണ് അവരുടെ സഹധർമ്മിണി അടക്കം പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇക്കാര്യങ്ങളൊക്കെ? അല്ല, അത് മാഷിന് അച്ഛനുമായിട്ടുള്ളൊരു സ്നേഹവും ബന്ധമാണല്ലോ. മാഷിന് അച്ഛന്റെ അടുത്തുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന കാലങ്ങളിലുള്ള അനുഭവത്തിന്റെ ഭാഗമായിട്ടാണല്ലോ മാഷ് അത് പറയുന്നത്. അത് മാഷ അഭിപ്രായം പറയുന്നു എന്നുള്ളതാണ്. അപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലേക്കുള്ള അനുഭവങ്ങൾ ഉണ്ടാവില്ല. മാഷിന്റെ അനുഭവത്തിൽ പറയുന്നത്. അതിൽ ഞാൻ അതിലൊരു എങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്ന് പറയാൻ എനിക്ക് പറ്റില്ലല്ലോ. എനിക്കതിൽ അഭിപ്രായം പറയാനുള്ള ഒരാളല്ലല്ലോ ഞാൻ. എന്തെങ്കിലും നമ്മുടെ പാർട്ടിയിൽ എന്തെങ്കിലും തിരുത്തൽ വേണമെന്ന് ബിനീഷേട്ടൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, എന്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതൊരു ബഹുജന സംഘടനയാണ്, ഒരു ജനകീയ പ്രസ്ഥാനമാണ്. അപ്പം ആ പ്രസ്ഥാനത്തിന്റെ അകത്ത് വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി ഞങ്ങൾ ജനങ്ങൾക്ക് ചെയ്യേണ്ടത്? ജനങ്ങളെ കൂടുതൽ കേൾക്കാൻ തയ്യാറാകുക, ജനങ്ങളോട് കൂടുതൽ ചേർന്ന് നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ എന്നെങ്കിൽ ആ തെറ്റ് എന്താണ്, ആ തെറ്റ് തിരുത്താൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണല്ലോ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തകരുടെ രീതി എന്ന് പറയുന്നത്. ആ ഒരു മെക്കാനിസത്തിലേക്ക് ഞങ്ങൾ വീണ്ടും പോകും. ഇത്തരത്തിൽ ടി.കെ. ഗോവിന്ദന് ഇവിടെ ഒരു സ്വീകരണമല്ല, അദ്ദേഹം വന്നപ്പോൾ വളരെ ഹാർദവമായിട്ടാണ് സ്വീകരിക്കുന്ന ഒരു കാര്യമല്ലേ? വരുന്ന ആരെയും ഞാൻ അങ്ങനെ തന്നെ സ്വീകരിക്കുക. വളരെ സന്തോഷത്തോടു കൂടിയേ വീട്ടിൽ വരുന്ന ആളെ നമ്മൾ സ്വീകരിക്കും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളത്, ശീലിച്ചു വന്നിട്ടുള്ളത്. വീട്ടിൽ വരുന്ന എല്ലാവരോടും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അവർ സ്വീകരിക്കും, അതാരായാലും. അണികൾ പറയുന്ന ഏറ്റവും വലിയ കുറവ് ഇത്തവണ ഈ കോടിയേരിയെ പോലെ ഒരാളുണ്ടായിരുന്നില്ല, അതാണ് പാർട്ടിയുടെ കനത്ത തോൽവിയിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത്. അത് അണികൾ പറയുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. അതായിരിക്കുമല്ലോ അതിന്റെ ശരി. ഞാൻ പറഞ്ഞ അതിന് വലിയ പ്രസക്തിയില്ലല്ലോ. അത് അണികൾ പറയുന്നുണ്ടല്ലോ, അതിൽ ഞാൻ വലിയ പ്രൗഡാണ്. നമ്മുടെ പാർട്ടിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് ഇത്രയും കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അനുഭവപരിചയമുള്ള ഒരാൾ കൂടിയാണ് താങ്കൾ. അപ്പോൾ എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന്റെ സാധാരണ ഞാൻ വലിയ നേതൃത്വ നിരയിലേക്കൊന്നും വന്നിട്ടില്ല. പാർട്ടിയിൽ മാറ്റം വരുത്താൻ സമയമായി എന്നൊക്കെ പാർട്ടിയുടെ നേതൃത്വ നിരയിലുള്ളവരാണ് ചിന്തിക്കേണ്ടത്, മാറ്റേണ്ടത്. അത് അവർ ചെയ്യട്ടെ. അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും എനിക്ക് അഭിപ്രായമില്ല. അതൊക്കെ അവർ ചെയ്തോളും, അത് ചെയ്തോട്ടെ. അതിങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊന്നും പറയേണ്ട ആള് ഞാനല്ല, ഞാൻ പറയുകയുമില്ല. അതെ, നമ്മുടെ ഈ പാർട്ടിയിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതൊരു പോസിറ്റീവായിട്ടാണോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടാണോ? കാണുന്നില്ല കുട്ടി, ഞാൻ പറഞ്ഞില്ലേ, പാർട്ടി നന്നായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ പാർട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ജനിച്ച കാലം മുതൽ, അതൊന്നും ആരും അറിയുന്നുണ്ടോ ഇല്ലല്ലോ, ജനിച്ച കാലം മുതൽ എന്റെ അച്ഛന്റെ രാഷ്ട്രീയം കണ്ടുവന്നു. എന്റെ ഭർത്താവ് രാഷ്ട്രീയത്തിലായിരുന്നു. ഈ കഴിഞ്ഞ 3 കൊല്ലം മുമ്പ് വരെ ഇപ്പോഴും ഞാൻ അതിൽ തന്നെയുള്ള ആളാണ്. അതിലൊന്നും ഒരു വ്യത്യാസമില്ല. പിന്നെ അതിങ്ങനെ മാറ്റണം അങ്ങനെ മാറ്റണം, അല്ലെ അന്നയാൾ പറയുന്നത് അനുസരിക്കണം, അതുമില്ല, രണ്ടുമില്ല. ഞാൻ കുറച്ച് സെൽഫ് റെസ്പെക്ട് ഉള്ള ആളാണ്. ബിനീഷേട്ടനോടാണ് ഒരു ചോദ്യം. അതായത് നേരത്തെ SFIക്കാർക്ക് വലിയ രീതിയിലുള്ള ഒരു ആവേശമായിരുന്നു. ബിനീഷേട്ടനുണ്ടെങ്കിൽ ഒന്നിനും ഒരു കുറവില്ല എന്നൊക്കെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തുന്ന കാലത്ത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടോ? എങ്ങനെയാണ് ഈ സംഘടനാ ചുമതലയിലേക്ക് ഇനി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത്? അല്ല, സംഘടനാ ചുമതലയൊന്നുമില്ല. ഞങ്ങൾ ഈ രാഷ്ട്രീയമായിട്ട് ഞാൻ എപ്പോഴും രാഷ്ട്രീയപരമായിട്ട് തന്നെ ഞാൻ ഇടപെട്ട് നിൽക്കുന്നതാണ്. എപ്പോഴും സമൂഹത്തിൽ ഇടപെട്ട് നിൽക്കുക എന്നുള്ളതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം ചെയ്യുന്നത്. അത് എന്നെ കൊണ്ട് പറ്റാവുന്ന ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിലെല്ലാം തന്നെ ഞാൻ സമൂഹവുമായിട്ട് കൂടുതൽ ഇടപെട്ട് നിൽക്കാറുണ്ട്. എനിക്ക് പറയേണ്ടുന്ന അഭിപ്രായങ്ങളൊക്കെ തന്നെ അതാത് സമയങ്ങളിൽ ഇപ്പോഴത്തെ പുതിയ മേഖലകളായുള്ള സോഷ്യൽ മീഡിയ വഴി ഞാൻ പ്രകടിപ്പിക്കാറുണ്ട്. അപ്പം ഞാൻ പൂർണ്ണമായിട്ടും പാർട്ടി സഖാക്കളോടൊത്തും പാർട്ടി നേതൃത്വത്തിന്റെ അടുത്തും അല്ലെങ്കിൽ പാർട്ടി അണികളോടൊത്തൊക്കെ തന്നെ ചേർന്ന് നിന്ന് തന്നെയാണ് പോകുന്നത്. അപ്പം അതിൽ സംഘടന ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കോടിയേരിയുടെ വിടവ് നികത്താനാകില്ല. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എക്കാലവും ഒരു നഷ്ടമായി തന്നെ തുടരും. കോടിയേരിയെ പോലെ സൌമ്യമായ മുഖമാണ് ഇനി ഇടതുപക്ഷത്തിന് ആവശ്യമെന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ.